കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആപത്തുകളിൽ ഒന്നാണ് ഇന്നലെ വയനാട് ജില്ലയിൽ സംഭവിച്ചത്. വയനാട് ജില്ലയിലെ മുണ്ടങ്കൈ, പുഞ്ചിരിമുറ്റം, അതുപോലെ തന്നെ ചൂരന്മല ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള അത്യാപത്തുകളാണ് ഇന്നലെ സംഭവിച്ച ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് 166ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുജനങ്ങളുടെ പരാതികൾ അനുസരിച്ച് 98 പേരെ കാണാതായതായിട്ട് ഈ ഒരു സമയത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് എന്തൊക്കെയാണെങ്കിലും 150 മുകളിൽ വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ആ വീടുകൾ മുഴുവനും നാശനഷ്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന 98 എന്നുള്ള കണക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു കൃത്യമായ ഒരു കണക്കെന്ന് പറയാൻ സാധിക്കില്ല. 98ലേറെ ജനങ്ങൾ ഈ ഒരു സമയത്ത് ആ പ്രദേശങ്ങളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്നതായിട്ട് സർക്കാരിന്റെ പല ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. SDRF NDRF സംഘങ്ങൾ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മൺവെട്ടിയും തൂമ്പയും പിക്കാസും ഒക്കെ ആയിട്ടാണ് ആ ഒരു പ്രദേശത്തേക്ക് ഇവരെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നത്. 166 പേരുടെ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും SDRF NDRF ആ ഒരു സംഘടനകളുടെ പ്രവർത്തനം വളരെ മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. 481ഓളം പേരെയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ആ പ്രദേശത്ത് നിന്ന് സേവ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചത്. അതിൽ 98 പേർക്കോളം വലിയ പരിക്കുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകളെല്ലാം അടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പല വ്യക്തികൾക്കും സർജറികൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കാലിനും കൈക്കും ചെവിക്കും കണ്ണിനും ഒക്കെ ആയിട്ട് പല വ്യക്തികൾക്കും സർജറികൾ ആവശ്യമായി വരുന്നുണ്ട്. ഇന്നലെ രാത്രി കണ്ടൊരു ന്യൂസാണിത്. ഒരു ചെറിയൊരു കുട്ടി, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് തൻ്റെ വീട്ടിലെ 8 ബന്ധുക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ, അമ്മ, അച്ചാമ്മ, അച്ഛൻ്റെ അനിയൻ, അച്ഛൻ്റെ അനിയന്റെ ഭാര്യ എന്നിവരെല്ലാവരും നഷ്ടപ്പെട്ട് ആ 8 വയസ്സുകാരി മാത്രം ബാക്കിയായി. എത്ര സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇതുപോലുള്ള ഒരുപാട് ആപത്തുകൾ ആ ഒരു പ്രദേശത്തെ, ആ ഒരു 3 പ്രദേശത്തു കൂടി ഒരുപാട് ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിക്കവറായിട്ട് വരാനായിട്ട് ഈ പറയുന്ന വയനാട് ജില്ലക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് ഈ ഒരു സമയത്ത് പറ്റുള്ളൂ. എന്തൊക്കെയാണെങ്കിലും വയനാട് ജില്ല കണ്ടതിൽ ഏറ്റവും വലിയൊരു ആപത്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 166 പേർക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ 481ഓളം പേരെ അവിടെ നിന്ന് സേവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, അതുപോലെ ആ ഒരു പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന എല്ലാവരും ഒരുപോലെ നിന്നതുകൊണ്ടാണ് ഈ പറയുന്ന 481ഓളം പേരെ അവിടെ നിന്ന് സേവ് ചെയ്യാനായിട്ട് സാധിച്ചത്. അവിടെ ചികിത്സ തേടുന്ന ബാക്കിയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ചികിത്സാ സഹായം നമ്മുടെ സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 5 കോടി രൂപയോളം തമിഴ്നാട് സർക്കാർ, AK സ്റ്റാലിൻ സാറ് നമ്മുടെ കേരളത്തിന് വേണ്ടി സഹായത്തിന്റെ രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ നമ്മളുടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പും അവിടെ നിന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള സ്റ്റാലിൻ സാർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മളുടെ മന്ത്രിമാരെല്ലാവരും ആ ഒരു പ്രദേശത്ത് ചെന്നുകൊണ്ട് അവിടെ കൂടുതൽ സൈനികരുടെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ വിന്യസിക്കാനായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഈ ഒരു ആപത്തിൽ നിന്ന് അവിടെ സേവ് ചെയ്യാനായിട്ടുള്ള ആളുകളെ എല്ലാവരെയും സേവ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെടുക്കാനായിട്ടുള്ള ബോഡീസ് അങ്ങനെ ഒരുപാട് ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും 166ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പേര് ഈ ഒരു സമയത്ത് അവിടെ കുടുങ്ങി കിടപ്പുണ്ടാവാം. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എന്തൊക്കെയാണെങ്കിലും ആ ഒരു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ബാക്കിയുള്ള എല്ലാവരെയും എത്രയും പെട്ടെന്ന് രക്ഷിക്കാനായിട്ട് രക്ഷാപ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 50ഓളം വീടുകൾ നല്ല രീതിയിൽ തകർന്നു പോയതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആ ഒരു വീടുകളെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആളുകൾ സുരക്ഷിതരായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ SDRF NDRF സംഘങ്ങൾ. ചെറിയ പിക്കാസുകളും അതുപോലെ തന്നെ തൂമ്പയും മൺവെട്ടിയും ചെറിയ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ആ ഒരു പ്രദേശത്തേക്ക് കയറി ചെല്ലുന്നത്. കാരണം ഈ ഒരു സമയത്ത് വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ആ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം അവിടെ ഇല്ല. എന്തൊക്കെയാണെങ്കിലും കാറ്റും മഴയും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പുഴയിൽ വലിയ അടിയൊഴുക്കൊന്നുമില്ല ഈ ഒരു സമയത്ത്. എന്തൊക്കെയാണെങ്കിലും പ്രകൃതിയുടെ മാറ്റങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. വളരെ പെട്ടെന്നായിരിക്കും ഈ പറയുന്ന മഴയും കാറ്റൊക്കെ വരുന്നത്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ആ ഒരു ഈ പറയുന്ന രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ അവർക്ക് തീർക്കണമെങ്കിൽ പ്രകൃതി കൂടി അനുഗ്രഹിച്ചേ തീരൂ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ ഒരു പ്രദേശത്ത് മഴയും കാറ്റും ഒന്നും അധികമായിട്ട് കാണുന്നില്ല. ഇനി അങ്ങനെ വരാതിരിക്കട്ടെ. ഈ ഒരു ഈ പറയുന്ന രക്ഷാപ്രവർത്തനം തീരുന്നത് വരെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന്
എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ജനങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് സുരക്ഷിതരായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി അവരെ രക്ഷിക്കാനായിട്ട് ചെല്ലുന്ന രക്ഷാപ്രവർത്തകർക്ക് അവരുടെ മരിച്ചു കിടക്കുന്ന ദേഹങ്ങൾ കാണുന്നത് എത്ര സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ ഇന്നലെ തന്നെ ന്യൂസിൽ ഒരുപാട് കണ്ട കാഴ്ചയാണ്. ഒരുപാട് പേരുടെ ബോഡീസ് ചെറിയ തുണികളിലായിട്ട് ഒരു കോലുമേലൊക്കെ വെച്ച് കെട്ടി പിടിച്ചുകൊണ്ട് വരുന്നത് കാണുന്ന സമയത്ത് ഒരുപാടധികം സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റും ഇനി ആ ഒരു പ്രദേശത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനേ നമുക്ക് ഈ ഒരു സമയത്ത് സാധിക്കുള്ളൂ. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇനിയും ആ ഒരു സ്ഥലത്തേക്ക് സൈനികരെ വിന്യസിക്കണമെങ്കിൽ, അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് കൊടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൊടുത്ത് ഈ ഒരു ആപത്തിൽ നിന്ന് വയനാട് ജില്ലയെ മുഴുവൻ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.